അപ്പോഴേ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്നത് ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന്. ഈ ഒരു ടൈപ്പ് ചോക്ലേറ്റ് സ്പഞ്ച് കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് കേക്കുകൾ ഉണ്ടാക്കാം, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. പിന്നെ സ്പാനിഷ് ഡിലൈറ്റിന് ഈ സ്പഞ്ചാണ് യൂസ് ചെയ്യുന്നത്. സ്പാനിഷ് ഡിലൈറ്റിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് അളവിൽ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദമാവ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. ഞാനിങ്ങനെ ഒരു പ്രാവശ്യം അരിച്ചെടുക്കാറുള്ളൂ. അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അതിനിടയിൽ അടുത്ത വീട്ടിലൊരു ചേച്ചി വന്നു. അപ്പോൾ ഞാൻ ആ ചേച്ചിനോട് കുറച്ച് കഥ പറഞ്ഞാണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഞാനത് എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം മിക്സി എടുത്തിട്ട് അതിൽ കുറച്ച് പൊടിച്ചെടുത്തു. എന്നിട്ട് 1 കപ്പിൻ്റെ ബൗളെടുത്ത് അതിലേക്ക് അളന്നെടുത്ത് അത് ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ മുട്ടയും പഞ്ചസാര എല്ലാം കൂടെ ഒരു നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊന്തി വരുന്ന സമയത്ത് ഒരു 1/4 കപ്പ് അളവിൽ പാലും 1/4 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒരു മിക്സ് ചെയ്ത് ഓഫാക്കുക. ഓവർ മിക്സ് ചെയ്താൽ കേക്കിന് എന്തെങ്കിലും ഒരു പണി കിട്ടും കേട്ടോ. അതുകൊണ്ടാണേ. ഇതിനിടയിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, വിസ്ക് മതി. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഈ മിക്സിനകത്തേക്ക് ചേർത്ത് നമ്മുടെ ഈ വിസ്ക് വെച്ചിട്ട് പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഓവനിൽ ഒരു 180 ഡിഗ്രിയിൽ വെച്ച് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് സ്പഞ്ച് റെഡി. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡിയാക്കട്ടെ കേട്ടോ.